ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. അത് എല്ലാ തരം വളർച്ചയിലും ചലഞ്ചസിൻ്റെ ഒരു ഫേസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, വളരെ ബെയറിഷ് ആണ്. പലപ്പോഴും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരുപാട് അവസ്ഥകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആണത്. സോ വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രേറിയൻസ്. നമ്മളെല്ലാ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പേഷ്യൻസ്, ക്ഷമ, അത് എപ്പോഴും അത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റിംഗ് സൈക്കോളജി ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ മറ്റു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പാനിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ വിലയിലും എന്ത് ചെയ്യും, ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെയും പാനിക്കാക്കി നിങ്ങളുടെ ഷെയറുകൾ വിൽപ്പിക്കുക, നിങ്ങൾക്ക് പണം നഷ്ടം ഉണ്ടാക്കുക, ഇതാണ് അതിൻ്റെ പുറകിലുള്ള ലക്ഷ്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇത് മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വില കുറഞ്ഞ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ ഫണ്ടമെന്റൽസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യില്ല. ഇതൊന്നും ചെക്ക് ചെയ്യാതെ വളരെ ചീപ്പായിട്ടുള്ള സ്റ്റോക്കുകളുടെ പിന്നാലെ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തിരുന്നാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് പാനിക്കായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 11 മാസമായിട്ട് ഒരു ബെയറിഷ് ട്രെൻഡിലാണ്. അപ്പോൾ അതായത് നമ്മുടെ ആ ബെയറിഷ് ട്രെൻഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു ബോട്ടമാണ് ഓൾമോസ്റ്റ്. അങ്ങനെ 11 മാസമായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു പാനിക്കായിട്ടൊരു തീരുമാനമായിരിക്കും. അപ്പോൾ അത് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട്, അതായത് അതിൻ്റെ ഒരു ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് താരിഫിൻ്റെ ഇഷ്യൂസ് ആണല്ലേ. എവിടെ നോക്കിയാലും താരിഫ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് എത്ര നാൾ കൊണ്ട് ഈ ഒരു ഇഷ്യൂ സെറ്റിൽ ആവും, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എന്താ പറയുക, ഈ ട്രേഡിങ് ഇഷ്യൂസ്, അതായത് ഒരു താരിഫ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതൊരു ചെറിയൊരു ഉദാഹരണം നമ്മളൊന്ന് പുറകിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ, 2020 കൊറോണ പോലുള്ള ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായപ്പോൾ, അതായത് 2020 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നമ്മൾ കണ്ടതാണ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പാനിക് സെല്ലിങ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജൂൺ ജൂലൈ ആയപ്പോഴേക്കും മാർക്കറ്റ് റീബൗണ്ട് ചെയ്തു അല്ലേ. അതായത് മാർക്കറ്റിൽ എപ്പോഴാണ് ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടുന്നത്, ആ സമയത്ത് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക, കൊറോണ പോലൊരു വലിയൊരു ക്രൈസിസിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ആണോ ഇപ്പോഴത്തെ താരിഫ് ഇഷ്യൂ കൊണ്ട് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഈ ഒരു ആലോചന നിങ്ങൾക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും, ഒരു പാനിക് ആവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു താരിഫിൻ്റെ ഒരു ക്രൈസിസ് ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എത്ര നാൾ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഷയം. നമ്മളൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ആംഗിളിലേക്ക് പോകുമ്പോൾ രണ്ടാമത് നമ്മൾ തീരുമാനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 മാസമായിട്ട് എന്താണ് മാർക്കറ്റിൽ ഒരു ബെയറിഷ് ട്രെൻഡാണല്ലോ. 11 മാസമായി, സെപ്റ്റംബറിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിൻ്റെ ആ ട്രെൻഡിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എത്രയാണ്, ഒരു 40-50% വരെ കറക്റ്റ് ചെയ്തു, മനസ്സിലായി. അപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 40% കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയും അതിൽ കറക്റ്റ് ചെയ്യുമോ, ഇനി എത്രമാത്രം കറക്റ്റ് ചെയ്യപ്പെടും? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ഇത്രയും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പലപ്പോഴും അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയത്തെ ഒരു അപ് ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് താഴേക്ക് പോയിട്ടുള്ള സ്റ്റോക്കുകൾ, എല്ലാ സ്റ്റോക്കുകളും തിരിച്ച് കയറണമെന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ബെയറിഷ് ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു അപ് ട്രെൻഡ്, പുതിയൊരു ട്രെൻഡ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഈ പറഞ്ഞ അടുത്തൊരു പോസിറ്റീവ് ട്രെൻഡ്, അതായത് ഇനി മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നലുകൾ ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ മാത്രം നിന്ന് അതിൻ്റെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡോ അതിൻ്റെ ഒരു താഴ്ചയും നഷ്ടവും കണ്ട് നമ്മൾ പാനിക്കായി അല്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. അടുത്തൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രിപ്പയർ ആവുന്നുണ്ടാവും. അങ്ങനെ പ്രിപ്പയർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ട്രെൻഡിൽ
എന്താണ്, പുതിയ സ്റ്റോക്കുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക, ആ സിഗ്നലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവുന്നതും അല്ലെങ്കിൽ നിങ്ങൾ പാനിക് സെല്ലിംഗ് നടത്തുന്നതും നിങ്ങളെ പണം നഷ്ടപ്പെടുത്തുന്നതും ഒക്കെ തടഞ്ഞുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊരു ബെയറിഷ് ട്രെൻഡാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് മുൻപും നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് പല ബെയറിഷ് ട്രെൻഡുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ ഈ ബെയറിഷ് ട്രെൻഡിന് മുൻപ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക് സെലക്ഷനാണ്. അതായത് എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾക്ക് പല ആളുകളും ചെയ്യുന്നത് വില കുറഞ്ഞ സ്റ്റോക്ക് ആണ് ആളുകളുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ക്യാച്ചിങ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ് ട്രെൻഡുകളാണ്, അതായത് അതിൻ്റെ റിട്ടേൺസിൻ്റെ ഒരു സാധ്യതകളാണ്. ഇത് രണ്ടും നോക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റോക്ക് സെലക്ട് ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസും അതിൻ്റെ ഒരു പോസിബിലിറ്റീസും പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ ഒരു സാധ്യതകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യാനാണ്. അപ്പോൾ ഒരു പക്ഷേ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ലെങ്തി പ്രോസസ്സാണ്. കാരണം അതിനൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ് വേണം, ടെക്നിക്കൽ അനാലിസിസ് വേണം, അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ ഒരു സഹായം തേടുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വില കുറഞ്ഞ സ്റ്റോക്കുകളുടെ പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിനും നല്ലതല്ലേ നിങ്ങളൊരു എക്സ്പെർട്ടിൻ്റെ ഒരു സഹായം എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഒരു ബെയറിഷ് ട്രെൻഡിന് മുൻപാണ്. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ പീക്കിലാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചീപ്പ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലാഭം കിട്ടി ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റോക്കുകളിലേക്ക് മാറ്റുക. അത് ചെയ്യേണ്ടത് ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ എൻഡിലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല ഈസി ആയിട്ട്. പക്ഷേ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പണം ഉണ്ടാക്കാനും ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് പറ്റുള്ളൂ. പല ആളുകളും പണം ഉണ്ടാക്കേണ്ടതായിരിക്കും, പക്ഷെ അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വീണ്ടും റിവൈൻഡ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ആ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞങ്ങളുടെ വീഡിയോ സഹായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.